ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 8 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, 3 മുട്ട, 3 ടേബിൾ സ്പൂൺ ബട്ടർ, 2 കപ്പ് പാല്, 1/2 കപ്പ് ഷുഗർ. ഇവിടെ പട്ടയും കുറച്ച് ജാതിക്കയും എടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മുടെ ബ്രെഡ് പുഡിങ്ങിന്. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ്. ഇതും നമ്മുടെ ബ്രെഡ് പുഡിങ്ങിന് ഒരു നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. മുട്ട നമ്മൾ ചേർക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ ഈ ജാതിക്കായും സിനമണും വാനിലയും ചേർക്കുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് ചേർത്താലും മതി. ആദ്യം നമുക്ക് ഈ ബ്രെഡിനെ എല്ലാം ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. നമുക്കിതിനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഈ ബ്രെഡിനെ 4ആയിട്ടൊന്ന് മുറിച്ചിട്ട് ഇങ്ങനെ 3ആയിട്ടും കൂടെ ഒന്ന് മുറിക്കുമ്പോൾ നമുക്ക് ആ സൈസ് പീസസ് കിട്ടും. ഇനി നമുക്ക് ഈ സിനമണും ജാതിക്കയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1-2 ടേബിൾ സ്പൂൺ ഈ 1/2 കപ്പ് ഷുഗറിൽ നിന്ന് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ കൂടെ ഈ ജാതിക്കയും കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കുവാണ്. നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാരയും ജാതിക്കയും പട്ടയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലൊന്ന് ബട്ടർ ചേർത്ത് ബാക്കിയുള്ള പഞ്ചസാരയും ചേർത്ത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പാല്, ബാക്കിയുള്ള പഞ്ചസാര, ഇനി 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം. ഈ ബട്ടർ ഒന്ന് ഉരുകി പാലൊന്ന് ചൂടായാൽ മതി, ഒത്തിരി തിളയ്ക്കണ്ട. നമ്മുടെ ഈ ബട്ടറെല്ലാം ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഷുഗറും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വാനില എസൻസ്, ഉപ്പ് ഇതും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. നമുക്ക് ഈ 3 മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പാല് ചൂടാക്കിയത് ഇതിനകത്തോട്ട് ഒഴിക്കാം. പാൽ ഒത്തിരി ചൂടാണെങ്കിൽ നമ്മുടെ ഈ എഗ്ഗ് കുക്കായിപ്പോവും. അതുകൊണ്ട് ലൂക്ക് വാം ആയിരിക്കണം മിൽക്ക്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇതിനകത്തോട്ടിടാം. നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് പാലിനകത്തോട്ടൊന്ന് സോക്ക് ചെയ്തിട്ട് ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ഞാനിവിടെ ബേക്ക് ചെയ്യാനായിട്ടൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്കൊന്ന് ബട്ടറൊന്ന് എല്ലാ സൈഡിലും ഒന്ന് ബട്ടറൊന്ന് തൂത്തെടുക്കാം. ഇതിനെ നമുക്ക് ഈ ബേക്ക് ചെയ്യുന്ന ട്രേയിലോട്ടങ്ങ് മാറ്റാം. ഇനി ഇത് നമുക്ക് 350 ഫാരൻഹീറ്റിൽ ഒരു 40 to 50 മിനിറ്റ്സ് നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് 350 ഫാരൻഹീറ്റിൽ 45 മിനിറ്റ്സ് ബേക്ക് ചെയ്താണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഒരു സ്ക്വയർസ് വെച്ച് കുത്തി നോക്കുമ്പോൾ അതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല. ഇതിൻ്റെ ടോപ്പ് ലെയർ കൂടുതൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ബട്ടർ സ്റ്റിക്ക് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് ഡ്രൈ ആവാതിരിക്കും. നമ്മൾ സ്റ്റീം ചെയ്തും നമുക്കിതെടുക്കാം. അപ്പോൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ നമുക്കൊരു ഇതിനെ ഒന്ന് കവർ ചെയ്ത് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഒരു 40 to 50 മിനിറ്റ്സ് സ്റ്റീം ചെയ്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഈ ബ്രെഡ് പുഡിങ് നമുക്ക് ചൂടോടെയും സെർവ് ചെയ്യാം, തണുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് പുഡിങ് റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ട്രൈ ഇറ്റ് ആൻഡ് എൻജോയ്.